ഇന്നെൻ്റെ ഹോസ്പിറ്റലിലെ അവസാനത്തെ ഡ്യൂട്ടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ക്ലിയറൻസിന് വേണ്ടി പോവുകയാണ്. ഞാൻ ക്ലിയറൻസൊക്കെ കഴിഞ്ഞ് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് എൻ്റെ ID കാർഡൊക്കെ തിരിച്ചു കൊടുത്തു. ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ അപ്പോൾ കൊടുക്കുന്ന സമയത്ത്. അങ്ങനെ എനിക്ക് അവരെല്ലാം സർപ്രൈസ് ആയിട്ടൊരു ബ്രൈറ്റ് ടു ബി തരാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ കേക്ക് കട്ട് ചെയ്ത് മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ, ബ്രൈറ്റ് ടു ബി തരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം എന്തോ ഭയങ്കര ഹാപ്പി. എനിക്ക് ഫസ്റ്റ് എൻ്റെ കല്യാണമായിട്ട് കിട്ടിയ ഗിഫ്റ്റ് പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആ ഡോക്ടേഴ്സൊക്കെ കൂടിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയായിരുന്നു ബ്രൈറ്റ് ടു ബി ആഘോഷിച്ച്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ സാറിന് എനിക്ക് ബ്രൈറ്റ് ടു ബിയുടെ ക്ലാസ്സൊക്കെ വെച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങൾ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളി കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കേക്കിന് കേട്ടോ. നല്ല ആസ്വദിച്ച് കേക്കൊക്കെ കഴിച്ചു ഞങ്ങൾ. അങ്ങനെ കല്യാണം ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ചിലവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സൂഫി മന്തി നല്ല അടിപൊളി ഒരു മന്തി കഴിച്ചിട്ടാണ് അന്നത്തെ ദിവസം ഞങ്ങൾ അവസാനിപ്പിച്ചത്. എനിവേ, എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്ത സ്ഥലം നമുക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും. ഒരുപാട് പോസിറ്റീവും അതിലേറെ നെഗറ്റീവും ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് അവിടെ നിന്നായിരിക്കും. നമ്മൾ ഒരിക്കലും ആ സ്ഥലത്തെ വെറുക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഇനിയിപ്പോൾ എവിടെയൊക്കെ പോയാലും എൻ്റെ ഈ ഹോസ്പിറ്റൽ എപ്പോഴും എനിക്ക് സ്പെഷ്യലായിരിക്കും. കാരണം എനിക്ക് ഒരുപാട് ഓർമ്മകൾ ഇവിടെ നിന്നുണ്ട്. അങ്ങനെ എനിക്ക് അവർ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. എനിക്ക് വേണ്ടി അവർ കറക്റ്റായിട്ട് കണ്ടെത്തി എൻ്റെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങി തന്ന പോലെ തോന്നി. ഒരുപാട് ഹാപ്പിയായി അന്നത്തെ ദിവസം ഞാൻ. ഇനി എല്ലാവരെയും ഞാൻ എൻ്റെ കല്യാണത്തിനാണ് കാണുക. ഞാൻ കല്യാണത്തിന് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ നൈറ്റുകാരെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. അവർ മാത്രമല്ല ഉണ്ടായിരുന്നില്ല. എനിവേ, മിസ് യു ഓൾ. അപ്പം അത്രേ ഉള്ളൂ. ബായ്.